എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി ADA ആണ് തേജസ് ഡിസൈൻ ചെയ്തത്. ത്രികോണാകൃതിയിൽ ഡെൽറ്റ ചിറകുള്ള തേജസ്. ഇതാണ് ആ ജെറ്റിന്റെ സ്ട്രക്ചറൽ സ്ട്രെങ്ത്. സൂപ്പർസോണിക് വേഗത കൈവരിക്കുമ്പോഴും ജെറ്റിന് സ്ഥിരത നൽകാനും അങ്ങ് ഉയരെ നിന്ന് പല ആംഗിളുകളിൽ അറ്റാക്ക് ചെയ്യാനും ഈ ഡെൽറ്റ സ്ട്രക്ചർ തേജസിനെ സഹായിക്കും. സിംഗിൾ എഞ്ചിനാണ്, മൾട്ടി റോൾ ആക്രമണശേഷിയുണ്ട്. ഈ ജനറേഷനിലെ ഏറ്റവും ചെറുതും ലൈറ്റ് വെയ്റ്റുമായ സൂപ്പർസോണിക് ഫൈറ്ററാണ് തേജസ് എന്ന പ്രത്യേകതയുമുണ്ട്. തുടക്കം മുതൽ പല വെല്ലുവിളികൾ തേജസ് നേരിട്ടിരുന്നു. എന്നാൽ ആ വെല്ലുവിളികൾ പരിഹരിക്കാനുള്ള ഇച്ഛാശക്തി അക്കാലത്ത് ആരും കാണിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. തേജസ് ഇന്ത്യയുടെ തന്നെ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ചു തീരുന്നില്ല ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. നിലവിൽ ഓർഡർ നൽകിയ രാജ്യങ്ങൾ തന്നെ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. എന്നിട്ടും ഡിമാൻഡ് ഉണ്ടായിരുന്നു. അതിന് കാരണം തേജസിന്റെ ഇന്ത്യൻ നിർമ്മിതമായ വാർ കമ്പോണന്റുകളുടെ മേന്മയും പെർഫോമൻസും. ആന്റിന തിരിക്കാതെ തന്നെ ചുറ്റുമുള്ള ഒബ്ജക്റ്റുകൾ പിടിച്ചെടുക്കുന്ന ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ അഥവാ AESA റഡാറുകൾ, ജാമറുകൾ ഉൾപ്പെടുന്ന ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം, ഏത് കാലാവസ്ഥയിലും വിഷ്വൽ റേഞ്ചിനും അപ്പുറമുള്ള ശത്രുവിന്റെ ലക്ഷ്യങ്ങളെ തകർക്കാൻ കെൽപ്പുള്ള ഡെർബി മിസൈലുകളുടെ പെർഫെക്റ്റ് ഇന്റഗ്രേഷൻ, ഇന്ത്യയുടെ തദ്ദേശീയമായ അസ്ത്ര മിസൈലിന്റെ പെർഫെക്റ്റ് കോമ്പിനേഷൻ. ഇപ്പോൾ മിനുക്ക് പണിയിലുള്ള MK2 വേരിയന്റ് ആകട്ടെ തേജസിനെ അതീവ അപകടകാരിയുമാക്കും. ബ്രഹ്മോസ് കൃത്യമായി ട്രിഗർ ചെയ്യാൻ പാകത്തിന് അപ്ഡേഷൻ വരികയുമാണ് തേജസിന്. എല്ലാത്തിലുമുപരി നാറ്റോയുടെ ഉൾപ്പെടെയുള്ള ഏവിയോണിക് സ്റ്റാൻഡേർഡുകൾ ഉള്ളതിനാൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ തേജസ് വിശ്വസനീയവുമാണ്. പക്ഷേ എന്നിട്ടും ക്രിട്ടിക്കലായ ചില വിഷയങ്ങളിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിരാശപ്പെടുത്തുന്നുണ്ടോ? ആ സംശയത്തിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, DRDO വികസിപ്പിക്കാൻ പദ്ധതിയിട്ട പകുതി വഴിയിലെത്തിയ കാവേരി എഞ്ചിൻ പദ്ധതി പരാജയപ്പെട്ടതെന്ത്? 1989 അന്നത്തെ ഗവൺമെന്റിന്റെ കാലത്താണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി തദ്ദേശീയമായ കാവേരി പ്രൊജക്ടിന് അനുമതി നൽകുന്നത്. സൈന്യത്തിന്റെ ആവശ്യപ്രകാരം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനായിരുന്നു ചുമതല. ഒന്നും നടക്കാതെ 20 വർഷങ്ങൾ കഴിഞ്ഞുപോയി. കാവേരി എഞ്ചിൻ ജലരേഖയായി. 2008 ഇന്ത്യയുടെ തദ്ദേശീയമായ യുദ്ധവിമാനം എഞ്ചിൻ എന്ന കാവേരി സ്വപ്നം പൂർണ്ണമായും അവസാനിപ്പിച്ചു. കുറ്റപ്പെടുത്തുകയാണെന്ന് കരുതേണ്ട. 1989 പ്രഖ്യാപിച്ചെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പ്രൊജക്ടിന് വേണ്ട ഫണ്ട് അനുവദിച്ചിരുന്നില്ല എന്ന ആക്ഷേപം അന്നേ ഉണ്ടായി. മാത്രമല്ല, ചുറുചുറുക്കുള്ള ദിശാബോധമോ പ്രൊജക്ട് മാനേജ്മെന്റ് ലീഡർഷിപ്പോ കാവേരി എഞ്ചിൻ പദ്ധതിയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. കാരണം ഇച്ഛാശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ പുഷ്പം പോലെ നടന്നേനെ. എന്താണെന്നോ? സാക്ഷാൽ APJ അബ്ദുൽ കലാം അന്നത്തെ പ്രധാനമന്ത്രിയുടെ ചീഫ് സയന്റിഫിക് അഡ്വൈസറും DRDOയുടെ സെക്രട്ടറിയുമായിരുന്ന കാലമാണെന്ന് ഓർക്കണം. ആ മനുഷ്യൻ വിചാരിച്ചാൽ എന്ത് ടെക്നോളജിയാണ് ഇന്ത്യക്ക് അപ്രാപ്യമായിട്ടുള്ളത്? പക്ഷേ എന്നിട്ടും 20 വർഷം കൊണ്ട് നടന്ന ആ പദ്ധതി പരാജയം സംബന്ധിച്ച് പിൻവലിച്ചു. എന്താണ് കാരണം? അങ്ങനെ തദ്ദേശീയമായ യുദ്ധവിമാന എഞ്ചിൻ നിർമ്മിക്കാനുള്ള ശ്രമം അവിടെ അവസാനിപ്പിച്ചു. കാരണം 2004 തന്നെ അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക്കൽസിന്റെ FO04 GEIN-20 എഞ്ചിനുകൾ തേജസിനായി വാങ്ങാൻ ധാരണയായി. താൽക്കാലികമാണെന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിലും ജനറൽ ഇലക്ട്രിക് തന്നെയാണ് ഇന്നും എഞ്ചിൻ നൽകുന്നത് തേജസിനായി. ഫ്ലൈറ്റിന്റെ ഉയർന്ന ഓൾട്ടിറ്റ്യൂഡിലും ആക്സലറേഷനിലും എഞ്ചിന്റെ പ്രകടനം എയർഫോഴ്സ് പലവരും സംശയം പ്രകടിപ്പിച്ചതാണ്. ആ ക്രിട്ടിക്കലായ കമ്പോണന്റിലെ ആത്മവിശ്വാസക്കുറവാകാം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിനെ കൂടുതൽ ജെറ്റുകൾ നിർമ്മിക്കുന്നതിൽ നിന്നും പിന്നോട്ടടിച്ചതെന്ന് കരുതാതെ വയ്യ.